നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 9-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ബുധനാഴ്ച ദിവസം ഇവിടെ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത. അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കേൾക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 2025 ജൂലൈ മാസം 9-ാം തീയതി ബുധനാഴ്ച ദിവസം കുറേ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണ്. ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ ഒട്ടും തന്നെ സമയം കളയാതെ പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ബുധനാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ നേട്ടം വന്നു ചേരുന്ന നാളുകാർ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂരുരുട്ടാതി മുക്കാൽ നാളുകാർക്കാണ്. അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി കാലുത്രട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ ദിവസമാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ ദിവസമാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ ദിവസമാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാർക്കും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാല് അത്തം ചിത്തിര 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം. ഇപ്പോൾ ഈ നാളുകാരൊക്കെ 50 രൂപ കൊടുത്തു നമ്മുടെ കേരള സർക്കാരിൻ്റെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുക. ഒരു ടിക്കറ്റ് വാങ്ങിക്കാവുള്ളൂ. ഒരുപാട് ടിക്കറ്റുകളൊന്നും എടുത്ത് ധനം ദുർവിനിയോഗം ചെയ്യരുത്. ഒരു ടിക്കറ്റ് എടുക്കുക. ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ 5 ലക്ഷമോ 5000മോ 2000മോ 1000മോ 500 ഒക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 50 രൂപയെ നിങ്ങൾ കളയാവൂ. ഞാൻ എന്നും ഇങ്ങനെ പറയുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. ഓർപ്പിക്കുകയാണ്. ചിലരൊക്കെ കയ്യിൽ പേഴ്സിനകത്ത് പൈസ ഏറെ ഉണ്ടെങ്കിൽ ഒരു 10 സെറ്റൊക്കെ അങ്ങ് എടുക്കും. 10 സെറ്റൊക്കെ എടുക്കുമ്പോൾ എത്ര 500 രൂപ ഒറ്റയടിക്ക് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം 500 വെച്ച് പോകുമ്പോൾ ഒരു മാസം എത്രയായി 15000 രൂപ പോവും. അപ്പം അതുകൊണ്ട് നമ്മളൊരു 50 രൂപ മുടക്കി സമൂഹത്തിൻ്റെ ഭാഗഭാക്കാകുക. സമൂഹത്തിന് വേണ്ടി 50 രൂപ മുടക്കുക. അപ്പോൾ അതിൽ കൂടുതലൊന്നും ചെയ്യരുത്. അപ്പോൾ 50 രൂപ മുടക്കി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നാളുകാരിൽ നിന്നും ഭാഗ്യദേവത കുറച്ച് പേരെ തിരഞ്ഞെടുക്കും. അവർക്കാണ് ലോട്ടറി സമ്മാനം ലഭിക്കുക. അപ്പോൾ ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് വേണമെന്നുള്ള പരമാർത്ഥത്തെ നിങ്ങൾ മനസ്സിലാക്കി വേണം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ. അടിച്ചില്ലല്ലോ എന്ന് വിഷമിക്കരുത്. ചിലപ്പോൾ ഒരു നമ്പറിന് ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാം, കൈവിട്ടു പോകാം, അകന്നു പോകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം ടിക്കറ്റ് എടുക്കുവാൻ. ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്നും പോകരുത്. ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 50 രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഞാനിവിടെ കുറേ നമ്പറുകൾ 4 അക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 അക്ക നമ്പറുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ലോട്ടറിയുടെ റിസൾട്ട് വന്നപ്പോൾ നോക്കിയപ്പം ഈ 1ാം സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു സീരിയലിനകത്ത് ഒരു നമ്പറിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ 4 അക്ക നമ്പറുകൾ ഇഷ്ടം പോലെ സമ്മാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 ലക്ഷത്തിൻ്റെ സമ്മാനവും 1ാം സമ്മാനവും ഒഴിച്ച് ബാക്കിയുള്ള 5000 മുതൽ താഴോട്ട് വരുന്ന സമ്മാനങ്ങൾ ലഭിക്കാൻ വേണ്ടി 4 അക്ക നമ്പറുകളിലാണ് ഇപ്പോൾ ഞാൻ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 അക്ക നമ്പറുകളിൽ നിന്നും പ്രിയപ്പെട്ടവർ ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ അവസാനം വരുന്ന 2 അക്ക നമ്പറുകളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പ്രിയപ്പെട്ടവർ ഇഷ്ടമുള്ള ഒരു നമ്പർ നോക്കി സെലക്ട് ചെയ്ത് ടിക്കറ്റൊക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചാൽ മാത്രമായിരിക്കും ഒരു ലോട്ടറി ഭാഗ്യം ലഭിക്കുക. അപ്പോൾ അങ്ങനെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു ലോട്ടറി ടിക്കറ്റിൽ കൂടി നമുക്കൊരു സമ്മാനം കിട്ടിയാൽ നമ്മുടെ ശ്രമം വിജയിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്കതിൽ നിന്നും ഒരു
ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ടക്ക നമ്പറുകൾ നിങ്ങൾ എടുത്തില്ല എങ്കിൽ, കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ വരുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ 6 അക്ക സംഖ്യകളോ 4 അക്ക സംഖ്യകളോ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ 1 വരണം, 2 വരണം, 3 വരണം, 5 വരണം, 7 വരണം, 9 വരണം. അപ്പോൾ സംഖ്യാശാസ്ത്രപ്രകാരം ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ വരുന്ന ടിക്കറ്റുകൾ നോക്കിയെടുക്കുക. 1 വരിക, 6 അക്ക സംഖ്യകളും 4 അക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ 1 വരിക, 2 വരിക, 3 വരിക, 5 വരിക, 7 വരിക, 9 വരിക. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന 7 ആണ് അനുകൂലമെങ്കിൽ 7 എടുക്കുക, 3 ആണ് അനുകൂലമെങ്കിൽ 3 എടുക്കുക. അപ്പോൾ ഈ നമ്പറുകൾ വരുന്ന ടിക്കറ്റുകളൊക്കെ നോക്കിയെടുത്ത് പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഒരു 5000 കൂടെ പോരും, ചിലപ്പോൾ 500 കൂടെ വരും, 2000 വരും, 1000 വരും. അപ്പോൾ ഒരു 50 രൂപ മുടക്കി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.